യാത്ര നമ്മളൊരു എന്താ പറയുക ബ്ലിസ്ഫുൾ ട്രിപ്പാണ്. ഐ മീൻ ഡ്രൈവാണ്. ഒരു 4 അമ്പലങ്ങൾ പോയി കണ്ട് തൊഴുത് വരാനാണ് പ്ലാൻ. ഇന്ന് തിരിച്ചു വരില്ല, നാളെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് നേരെ നമ്മൾ പോണത് വെട്ടുകുന്നത്തുകാവ്, അതായത് അച്ഛൻ്റെ അടിമക്കാവാണത്. അത് ഇവിടെ വരുന്നത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട പോണ വഴിക്ക് കരുവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ പോണത് കുടൽമാണിക്യം ഇരിഞ്ഞാലക്കുട. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പോണത് തൃപ്രയാർ നേരെ ഗുരുവായൂർ. അതാണ് ദ പ്ലാൻ ആസ് ഓഫ് നൗ അല്ല, ഇതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നൈറ്റ് ഗുരുവായൂർ സ്റ്റേ ചെയ്യാൻ പ്ലാനുണ്ട്. നാളെ അവിടുന്ന് ഗുരുവായൂർ തിരിച്ചു വരുന്ന പോലെ. കാരണം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിനൊപ്പം നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അപ്പോൾ അതും കൂടി കാണാമെന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ എന്തായാലും ഗുരുവായൂർ എത്തുന്നതായിരിക്കും. ഉച്ചയ്ക്ക് ചിലപ്പോൾ ഉച്ചയ്ക്ക് പറ്റിയ തൊഴുകും, അല്ല വെച്ച് നേരെ ഈവനിങ് തൊഴുത് ഈവനിങ് പരിപാടിയൊക്കെ കണ്ട് സ്റ്റേ ഔട്ട് ദെയർ ആൻഡ് ജസ്റ്റ് എൻജോയ് ദ വൈബ് ഓഫ് ഗുരുവായൂർ. ഇതാണ് ടുഡേയ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ. നാളെ എന്താ പ്ലാൻ എന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. കാരണം നാളെ രാവിലെ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ഫുൾ ഡേ എവിടെ വേണമെങ്കിൽ പോവാം. സോ അത് പ്ലാൻ സെറ്റായിട്ടില്ല. സെറ്റായി കഴിഞ്ഞാൽ വിൽ അപ്ഡേറ്റ് യു സൂൺ. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ. യു ഗൈസ് എൻജോയ് ദ വ്യൂ ഓഫ് NH47. ഒറ്റയ്ക്കാണോ യാത്ര? ഒറ്റയ്ക്കെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ എൻ്റെ കൂടെയുള്ള വ്യക്തിയെ കണ്ടോ? അപ്പോൾ ഞാൻ നേരത്തെ അല്ല, ഒരു 6 മണിക്ക് എണ്ണീട്ടെ. ബട്ട് സ്റ്റിൽ ആ ഒരു 6 മണിക്കല്ല, 5:45 എണ്ണീട്ടെ. അതിൻ്റെ ഒരു രാവിലെ നേരത്തെ എണിച്ചതിൻ്റെ ക്ഷീണം. അമ്പലത്തേക്കല്ല, കുറച്ച് നേരത്തെ എണിച്ച് പോകണ്ടേ. കാരണം അറിയാലോ, ഒരുങ്ങണ്ടേ, നമുക്കങ്ങനെ അറിയില്ല ഏത്. അങ്ങനെയാണ് കാര്യങ്ങൾ. സോ യു ഗൈസ് ജസ്റ്റ് എൻജോയ് ദ വ്യൂ. ഐ വിൽ എൻജോയ് മൈ ഡ്രൈവ്. ഇനിയിപ്പോൾ കുറച്ച് കൂടി ഉള്ളൂ, ഒരു മാക്സിമം ഒരു 20 മിനിറ്റ്സ് ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിലെത്തും. അവിടെ തൊഴുകുന്നു, ഇറങ്ങുന്നു. നേരെ അവിടെ നിന്ന് വീണ്ടും 20 മിനിറ്റ്സ് ഉണ്ടാവും ടുവേർഡ്സ് കുടൽമാണിക്യം. അവിടെ പോയി തൊഴുത് അവിടെയും കുറച്ച് കഴിഞ്ഞാൽ നേരെ തൃപ്രയാർ. കാരണം തൃപ്രയാർ 10:30 ആകുമ്പോഴേക്കും നട അടയ്ക്കും. 10:30, 11 ആകുമ്പോൾ നട അടയ്ക്കും. അപ്പോൾ അതിന് ബിഫോർ ദാറ്റ് ഞങ്ങൾക്ക് അവിടെ എത്തണം. അപ്പോൾ മാക്സിമം ടൈം കൈ പിടിച്ചിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ യു ഗൈസ് എൻജോയ് ആൻഡ് വിൽ മീറ്റ് യു സൂൺ. പാലം ഒന്നോളൂ. തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് തൊഴുത് ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം തൃപ്രയാർ എത്താൻ. അപ്പോൾ അത് ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ.
ഇത്ര നേരം വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ആലോചിച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടില്ല എന്ന്. സോ ഹലോ നമസ്തേ നമസ്കാരം, ദിസ് ഇസ് നിഖിൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നൊമാഡിക് നിഖിൽ. സോ നൊമാഡിക് നോട്ടിക്കല്ല, ഹിയർ ഷീ ഈസ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുടൽമാണിക്കം തൊഴുത് കഴിഞ്ഞു. ചെറിയ തിരക്കുണ്ട്, വലിയ തിരക്കില്ല. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് അതിൻ്റെ ചെറിയ തിരക്കുണ്ട്. ഞങ്ങൾ നേരെ പോകുന്ന തൃപ്രയറാണ്. തൃപ്രയർ പോയിട്ട് ബാക്കി അവിടുത്തെ എന്താ വെച്ചാൽ അവിടെയും തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ലീവ് ക്ലോസ് ആയതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം ഈസ് 9:10. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 9:30 9:40 ആകുമ്പോൾ അവിടെ എത്തുമായിരിക്കും. പിന്നെ അവിടെ തൊഴുത് കഴിഞ്ഞ് പിന്നെ സ്ട്രെയിറ്റ് ടു ഗുരുവായൂർ. അതപ്പോൾ പ്ലാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അപ്പോൾ അത് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് പ്ലാന്. സോ ആസ് ഓഫ് നൗ എവറിത്തിങ് ഈസ് ഗോയിങ് ഓൺ ടൈം. സോ ഹാപ്പി ഹാപ്പി ഹാപ്പി. ദർശനമൊക്കെ നന്നായില്ലേ? അടിപൊളിയായിരുന്നു. നല്ല നല്ല ക്ലൈമറ്റും. സോ നമുക്ക് തൃപ്രയർ ചൂട് വരുന്നതിന്റെ മുന്നേ എത്താം. അതെ, ഇന്ന് ഒരു മഴ ലക്ഷണം ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് ക്ലൈമറ്റ്. നല്ല വൈബുണ്ട്. എല്ലാ അമ്പലത്തിൽ പോകുമ്പോൾ നല്ലൊരു മഴ ഒരു കാലാവസ്ഥയും നല്ല രസമുണ്ട് മൊത്തത്തിൽ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കാണാം. സോ ലെറ്റ് മീ ഡ്രൈവ്, ഷീ വിൽ ഹാൻഡിൽ ദ ക്യാമറ. സോ നമ്മൾ തൃപ്രയാർ എത്തിയിട്ടുണ്ട്. സ്പേസ് ഇല്ല, കാരണം നല്ല തിരക്കുണ്ട്. ഹോളിഡേ കൂടി ആയതുകൊണ്ട് നമ്മള് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആക്ച്വലി നല്ലൊരു റോഡ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ്. ഞാൻ വീഡിയോ ഓൺ ആക്കിയില്ല. അപ്പൊ ഒരാളുടെ മുഖം നോക്കൂ ഗൈസ്. അത് നീ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തോ. വൺസ് അത് വന്നത് ഇനി വരില്ല. അത് ശരിയാണ്. നമ്മള് അപ്പൊ നീ എന്നെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തോ. വേണ്ടോ വ്ളോഗറിന്റെ മുഖം? വ്ളോഗറിന്റെ മുഖമല്ല, ഒരു വ്ളോഗറിന്റെ വേദനയാണ്, രോദനം. സോ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മള് പോയ കണ്ണൂർ ട്രിപ്പും ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏത് റോഡായിരുന്നു നല്ലത്? നീ വന്നില്ല എന്റെ കൂടെ കണ്ണൂർ ട്രിപ്പിന്? എന്താ പറയാറില്ലേ? സോ ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. പക്ഷെ അത് ഓണാക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിന്റെ ദേഷ്യാണ് ഈ മുഖത്ത് കാണുന്നത്. ആയിരിക്കും. സോ നമ്മള് പ്രിപ്പയർ കഴിഞ്ഞു. ഇനി നമ്മള് ഡയറക്റ്റ് ഗുരുവായൂർ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. രാവിലെ പറഞ്ഞ പോലെ തന്നെ നല്ല സുഖമുണ്ട് ഈ ഒരു ക്ലൈമറ്റിൽ. ലൈക്ക് മഴ ആണ്, എന്നാൽ നല്ല തണുപ്പുണ്ട്, അത്ര വെയിലില്ല, മഴ അങ്ങനെ ഫുൾ ടൈം ഇല്ല, അങ്ങനെ ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ നല്ല രസമുണ്ട്. ഒരു അമ്പലത്തിലൊക്കെ പോകാനായിട്ട് പറ്റിയ ക്ലൈമറ്റും വൈബുമാണ് അല്ലേ? ലാസ്റ്റ് പോകുന്നത് ഗുരുവായൂരിലേക്കാണ്. ഗുരുവായൂരായിരിക്കും ഇപ്പോൾ കണ്ട അമ്പലങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവിക്കാൻ പോകുന്നത്. ബിക്കോസ് ഇന്ന് ജന്മാഷ്ടമിയാണ് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്ക് എന്തായാലും ഉണ്ടാവും. സോ ഇനിയിപ്പോൾ റൂമൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. നേരെ പിന്നെ റോഡ് അത്രയും നല്ല റോഡില്ല, കുറച്ച് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പോയ കണ്ണൂർ കോഴിക്കോട് റോഡും ഈ റോഡും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരുന്നു ബെറ്റർ? അതിൽ തന്നെ ബെറ്റർ. അത് ഭയങ്കര മോശമാണ്, ശോകാണ് ആ റോഡ്. ഏതോ ഒരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് നമ്മുടെ ഗൂഗിൾ ചേച്ചിക്കും ഈ വഴിയെല്ലാം അറിയാം. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് ആദ്യം ദൂരമില്ല.
അമ്പലത്തിനടുത്ത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ അമ്പലത്തിലേക്ക്. ഞങ്ങൾ വണ്ടി അവിടെ കൊണ്ടിടുക. 2 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. സോ അപ്പോഴേക്ക് എത്തിയാൽ മതി. നമ്മുടെ അപ്രോക്സിമേറ്റ് ടൈം ഇതിൽ കാണിക്കുന്നത് 1:56 ആണ്. ഓൾമോസ്റ്റ് ഓൺ ടൈം. റൈറ്റ് ടൈം. യെസ്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, ഫൈനലി ആ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ലോഡ്ജിലെത്തി. Good morning guys. Day 2 in Guruvayur. ഗൈസ്, അപ്പോൾ ഫുൾ ദർശനം കഴിഞ്ഞ് ഞങ്ങളിതാ രാവിലത്തെ ദർശനം കൂടി കഴിഞ്ഞ് സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം സമയം 1:30 കഴിഞ്ഞു. രാവിലെ 9 മണിക്ക് മുമ്പ് നിൽക്കാൻ വേണ്ടിയായിരുന്നു. എത്ര നേരം ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറേ പൂജകളൊക്കെ ഉള്ളതുകൊണ്ട് സമയം ഒരുപാട് എടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ തിരിച്ച് പോവാണ് റൂമിലേക്ക്. ഇന്നത്തെ ഗുരുവായൂർ പരിപാടികൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ ഇന്നലെ ലേറ്റ് ഒരുപാട് 12 മണി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വ്ലോഗും ചെയ്തില്ല. പിന്നെ അതിൻ്റെ എപ്പോഴാണ് രാവിലെ വന്നു, നേരെ ക്യൂവിൽ നിന്നു. പിന്നെ എപ്പോഴാണ് പ്രസാദം കിട്ടി ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കണം. ഫൈനലി ദിസ് ടൈം ടു എൻഡ് ദ വ്ലോഗ് ഹിയർ. എനിക്ക് പറയണ്ട, പക്ഷെ ഗുരുവായൂർ വരുമ്പോൾ ഒരു 1 ഡേ പ്ലാൻ ചെയ്തിട്ട് വരണം. അപ്പോൾ ഭയങ്കര തിരക്കാണ്. സോ തിരക്ക് ഒരുപാട് കൊണ്ടാണ്. അപ്പോൾ മാക്സിമം നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ കുറച്ച് നന്നായി കാരണം നിങ്ങൾക്ക് സമയമെടുത്ത് തൊഴുതൊക്കെ നിങ്ങൾക്ക് എല്ലാം കിട്ടും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. സോ ടിൽ ദെൻ സീ യു സൺ നെക്സ്റ്റ് വ്ലോഗ്. ബൈ, ടേക്ക് കെയർ.